നമ്മുടെ ടെസ്റ്റ് എക്സസൈസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ മക്കളെ? പ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം, ഏതെങ്കിലും ഒരു പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ, അത് റെക്റ്റാങ്കിൾ അല്ല എങ്കിൽ അത് നോട്ട് സൈക്ലിക് ആയിരിക്കും, നോൺ സൈക്ലിക് ആയിരിക്കും. അതായത് റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം എല്ലാം എന്താണ്? നോൺ സൈക്ലിക് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ കോൺട്രഡിക്ഷൻ എടുക്കണം. അതായത് ഒരു പാരലോഗ്രാം സൈക്ലിക് ആണെന്ന് എടുത്തിട്ട് അത് നമ്മൾ എന്താണ്? റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ്? റെക്റ്റാങ്കിൾ അല്ലാത്തത് എന്തായിരിക്കും? നോൺ സൈക്ലിക് ആണെന്ന് എഴുതാലോ. അപ്പൊ നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ഈ പാരലോഗ്രാം സൈക്ലിക് ആണെന്ന് നമുക്ക് നോക്കാം. അസ്യൂം ചെയ്യണം. നമ്മളൊന്ന് അസ്യൂം ചെയ്യുവാണ്. അസ്യൂം ദാറ്റ് ദ പാരലലോഗ്രാം ഈസ് സൈക്ലിക്. പാരലലോഗ്രാം ഈസ് സൈക്ലിക് ആണ്. ഒരു പാരലോഗ്രാം സൈക്ലിക് ആണെന്നുള്ളത് നമ്മൾ എടുക്കും. അപ്പൊ നമുക്കൊരു പാരലോഗ്രാം വരച്ചു നോക്കാം. ഒരു പാരലോഗ്രാം വരച്ചു. ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ആണെന്ന് നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഈ എ ബി സി ഡി എന്ന് പറയുന്ന പാരലോഗ്രാം, നമ്മളൊരു പാരലോഗ്രാമിന് പേര് കൊടുത്തു എ ബി സി ഡി. ഇത് സൈക്ലിക് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ എടുത്തേക്കണേ? ഈ പാരലോഗ്രാം എ ബി സി ഡി എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആണ്. അതായത് പാരലലോഗ്രാം എ ബി സി ഡി ഈസ് സൈക്ലിക്. എ ബി സി ഡി എന്ന് പറയുന്നത് ഈസ് സൈക്ലിക് ആണ് എടുത്തു. ഈ പാരലോഗ്രാം എ ബി സി ഡി സൈക്ലിക് ആണെങ്കിൽ സൈക്ലിക്കിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഈ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിളിലെ ആംഗിൾ എയും ആംഗിൾ സിയും, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 വരും. സം ഓഫ് ദ സൈക്ലിക് ക്വാഡ്രിലാറ്ററിനകത്ത് സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180. എന്താ നമുക്ക് റീസൺ എഴുതുന്നത്? സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് എ ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് ഈ പ്രത്യേകത. ഇനി ഇവിടെ നോക്കിക്കേ, ആംഗിൾ ഡിയും അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും എന്ത് തന്നെയായിരിക്കും? 180 ആയിരിക്കും. അതിനകത്ത് നമ്മൾ അടുത്ത കണ്ടീഷൻ എഴുതി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ആയിരിക്കും. കാരണം ഇതേ മുകളിലത്തെ അതേ റീസൺ തന്നെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? അസ്യൂം ദാറ്റ് പാരലോഗ്രാം സൈക്ലിക് ആണ് എടുത്തു. അപ്പൊ നമ്മൾ ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം വരച്ചു. ആ പാരലോഗ്രാം എ ബി സി ഡി ഈസ് സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാം എ ബി സി ഡി സൈക്ലിക് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അതിന് കാരണം എന്താ? സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ഈ ആംഗിളും എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. കാരണം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. അവിടെയും റീസൺ ഇത് തന്നെ, സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ദി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു 180. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ആണെങ്കിൽ കേട്ടോ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. ഇനി നമുക്ക് എന്തറിയാം മക്കളെ? ഇത് പാരലോഗ്രാം ആണല്ലേ. ആ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്നാ? ഓപ്പോസിറ്റ്, ആ പാരലോഗ്രാമിനകത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ദി പാരലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ദ പാരലലോഗ്രാം ഈസ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ദ പാരലോഗ്രാം നമുക്ക് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ അല്ലേ? ആംഗിൾ ബിയും ഈക്വൽ ടു ആംഗിൾ ഡി ആയിരിക്കും. ഇതിന് സെയിം റീസൺ തന്നെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഈ രണ്ട് വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് കൊടുക്കണം. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് കിട്ടും? ഓരോ ആംഗിൾസും, ആംഗിൾ എയും ആംഗിൾ ബിയും അവിടെ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. എന്തൊക്കെ നമുക്ക് കിട്ടിയത്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം 180 ആണെന്നും ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്നും ഒരു ഇക്വേഷനും, പിന്നെ നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ആണെന്നും ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ആണെന്നും കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും വെച്ച് നമുക്ക് ഈ വാല്യൂസ് അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ഓരോ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ് മക്കളെ? 180 ആണ്. അതിനകത്ത് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ അല്ലേ? അപ്പം നമുക്ക് ആംഗിൾ എ പ്ലസ് ഈ ആംഗിൾ സിക്ക് ആംഗിൾ എ എന്ന് കൊടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 കിട്ടും. അപ്പം നമുക്ക് 2 ഇൻറ്റു ആംഗിൾ എ എന്ന് പറഞ്ഞാൽ
180 വരും, 180 ഡിഗ്രി വരും. കാരണം ആംഗിൾ എയും കൂടെ കൂട്ടുമ്പോൾ 2 ആംഗിൾ എ. അപ്പോൾ ഇതിനകത്തുനിന്ന് ആംഗിൾ എ എന്ന് പറഞ്ഞ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 2, 90 ഡിഗ്രി വരും. ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ അതിനകത്തുനിന്ന് ആംഗിൾ സിയും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ആംഗിളിലേക്ക് കൊടുക്കണം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ആണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ ബി കൊടുത്തു ഈക്വൽ ടു 180 ആയി. ഇനി രണ്ട് ആംഗിൾ ബി കൂട്ടുമ്പോൾ എന്താ എഴുതാം? 2 ഇൻറ്റു ആംഗിൾ ബി ഈക്വൽ ടു 180 അല്ലേ? അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു എന്ത് കിട്ടി? 180 ഡിവൈഡഡ് ബൈ 2, 90 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെല്ലാം കിട്ടിയെന്ന് നോക്കിയേ. ആംഗിൾ ബിയും ആംഗിൾ ഡിയും 90 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയാൽ ആംഗിൾ എയും ആംഗിൾ സിയും 90 ആണ്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും 90 ആണ് അല്ലേ? അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനകത്ത്, പാരലോഗ്രാമിനകത്ത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും നമുക്ക് 90 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ദെയർഫോർ, കാരണം ഒരു റെക്റ്റാങ്കിളിനകത്ത് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിളാണെന്ന് കിട്ടി. So, parallelogram is not a rectangle. Rectangle അല്ല എങ്കിൽ is non-cyclic ആയിരിക്കും. പാരലോഗ്രാം നോട്ട് എ നമുക്ക് എടുക്കാം. സോ ഇഫ് പാരലോഗ്രാം അതിനകത്ത് സോ ഈ പാരലോഗ്രാം ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. പാരലോഗ്രാം റെക്റ്റാങ്കിൾ അല്ല എങ്കിൽ ഈസ് നോൺ സൈക്ലിക് ആയിരിക്കും. പാരലോഗ്രാം റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? സൈക്ലിക്കാണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? പാരലോഗ്രാം റെക്റ്റാങ്കിൾ അല്ല എങ്കിൽ അതെന്തായിരിക്കും? നോൺ സൈക്ലിക്കാന്ന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് ആയാലും ഓരോ ക്വസ്റ്റിനും കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴും ഒരു പ്രൂവ് ദാറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് തന്നേക്കണ കാര്യങ്ങൾ എഴുതുക, തന്നേക്കണ കാര്യങ്ങളിൽ നിന്ന് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ അത് വെച്ച് എങ്ങനെ നമ്മുടെ ആൻസറിലേക്ക് എത്താമെന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രൂവ് ദാറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ ക്ലിയർ ആയിട്ട് മനസ്സിലാവും.